ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഓയിലുമായിട്ടാണ്. മുടി കൊഴിച്ചിലും നന്നായിട്ട് നല്ല ഗ്രോത്തോടുകൂടി മുടി വളരാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എണ്ണയാണ്. മുടി കൊഴിച്ചിലിൻ്റെ ശല്യമൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഇത് വെച്ചിട്ട് തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. ഒന്നും വെളിയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിനെന്തൊക്കെ ആവശ്യമുള്ളതെന്നും നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി തുളസി ഇല എടുത്തിട്ടുണ്ട്, പിന്നെ മൈലാഞ്ചി ഇല എല്ലാം ഒരേ അളവിൽ ഒരു പിടി, ഇതുപോലെ കയ്യിനൊരു പിടി എടുത്തേക്കുന്നത്. പിന്നെ ചെമ്പരത്തിയുടെ പൂവ്, പിന്നെ 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, 3 എണ്ണമാണ് എടുത്തിട്ട്. ചെറിയതാണ് കറ്റാർ വാഴയുടേത്, 2 കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ചെറിയ കറ്റാർ വാഴ ആയതുകൊണ്ട് കേട്ടോ, ചെറിയ പുള ആയതുകൊണ്ട്, വലുതാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ ഇത്രയും നമ്മുടെ കയ്യിൻ്റെ ഒരു ഇത്രയും ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അത് നമ്മൾ കറിവേപ്പിലയിട്ട് ഇനി തുളസി ഇല ഇടാം. ഈ കറ്റാർ വാഴയുടെ പുള ഇതുപോലെയാണ് അരിഞ്ഞിട്ടേക്കുന്നത്. ഇനി ഇതും 3 കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണ കാച്ചാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇനി മൈലാഞ്ചി ഇല ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഉലുവ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചതക്കണം. കറ്റാർവാഴയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് മിക്സാക്കി. ഇനി നമുക്ക് ഇതിനകത്ത് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ അത് കാച്ചിയെടുക്കുന്നത്. അതിന് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിനകത്ത് ഇനി 2 കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമ്മളെ എണ്ണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ, വെള്ളമെല്ലാം പറ്റി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ എണ്ണ റെഡിയായി. ഇതുണ്ട്, നന്നായിട്ട് മൂത്ത് അതെല്ലാം ഇതായി നല്ലൊരു കളറൊക്കെ ആയി എണ്ണക്ക്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറുമ്പം അരിച്ചെടുക്കാം. നമ്മളാ എണ്ണ അരിച്ചതിൻ്റെ ചണ്ടിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. വേണ്ട, ഇനി ഇത് നമുക്ക് നല്ലോണം ചൂടാറി. ഇനി നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. അതിലേക്ക് ഒഴിച്ചിട്ട് വെക്കാം അല്ലേ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.